അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും മദർ ഹോമിൽ നിന്ന് ആശംസകൾ നേരുകയാണ്. ഇന്ന് വ്യത്യസ്തമായൊരു ചിന്തയും വ്യത്യസ്തമായ ചിത്രവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുക. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ചെറുപുഴ എന്ന പേര് തന്നെ ഒരു ചെറിയ പുഴയൊഴുകുന്ന തീരത്തുള്ള സ്ഥലം എന്നാണ് അർത്ഥം. കുഞ്ഞുനാളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പുഴയുടെ തീരത്തായിരുന്നു എൻ്റെ സ്കൂളും. ആ സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴേ പുഴ ഒഴുകി വരുന്നത് കാണാം. കുറച്ച് ദൂരെ നിന്ന് ഒഴുകി വരുന്ന വേറെ പുഴയുമായി ചേർന്ന് ഈ പുഴ ഒന്നിക്കുന്ന സ്ഥലത്താണ് ഒരു ചെറിയ 4 പീടികയും ഒരു ബസ് ഓടുന്ന ടൗണും ഒരു പെട്രോൾ പമ്പും ഒരു ബസ് സ്റ്റാൻഡും ഒക്കെയായി ആ നഗരം പിന്നെ വളർന്നു വന്നത്. അവധിക്കാലങ്ങളിലൊക്കെ പുഴയിൽ കുളിക്കാൻ പോവുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. തീരത്തോടെ നടന്നും പുഴയിൽ നീന്തി കുളിച്ചും വളർന്നു വന്നതുകൊണ്ട് എൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലുമൊക്കെ എന്നും പുഴയുടെ സംഗീതമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയുടെ തീരത്തിരിക്കുമ്പോഴും പുഴയുടെ തീരത്തോടെ നടക്കുമ്പോഴൊക്കെ
ഈ പുഴ എന്നോട് ഒരുപാട് കഥ പറയാറുണ്ട്. ഇപ്പം ഞാനൊരു പുഴയുടെ തീരത്തായിരിക്കുന്നത്. ഒഴുകി വരുന്ന ഈ പുഴയുടെ തീരത്തോടെ നടന്നപ്പോഴും കടന്നു പോയപ്പോഴും ഈ പുഴ എന്നോട് പറഞ്ഞൊരു കഥ നിങ്ങോട്ട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോഴായിരിക്കുന്നത്. ഈ പുഴ എന്നോട് പറഞ്ഞു, അതങ്ങ് മലയ്ക്ക് മുകളിൽ നിന്ന് ഒഴുകി വന്നതാണെന്ന്. ഒരു ചെറിയ ഉറവയായി, ഒരു ചെറിയ തോടായി, ഒരു കുഞ്ഞരുവിയായി അതിങ്ങനെ പൊട്ടിമുളച്ച് തുള്ളിച്ചാടി താഴേക്ക് ഒഴുകി ഒഴുകി ഇങ്ങനെ വന്ന് ഇത്തിരി വന്നപ്പോൾ കഷ്ടി ഒരു 1.25 മീറ്റർ 1.5 മീറ്റർ വീതിയുള്ള ചെറിയ തോടായി. ആ കൂട്ടത്തിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2-3 കുന്നിൻ ചെരുവിലുള്ള തോടുകൾ പിന്നെയും വന്ന് ചേർന്നു. അത് വന്നത് കുറച്ച് കഴിയത്തേക്കും ഒരു 3 മീറ്റർ വീതിയുള്ള ഇത്തിരി വലിയ തോടായി. ആ തോട് അപ്പുറത്തുനിന്ന് ഒഴുകി വന്ന വേറെ തോടുമായി ചേർന്നപ്പോൾ അതിന് ഒരു 5 മീറ്റർ വീതിയായി. അപ്പോഴേക്ക് തന്നെ ചെറിയ പുഴയെന്ന് വിളിച്ചു. ഈ പുഴ മുന്നോട്ട് ഒഴുകിയപ്പോൾ വേറൊരു പുഴയുമായി ചേർന്നപ്പോൾ അത് ഇത്തിരി വലിയ പുഴയായി. ആ പുഴ ഇങ്ങനെ ഒഴുകി 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 കടലിൽ ചെന്ന് ചേരുന്നത് വരെയുള്ള ഈ പുഴയുടെ ആത്മകഥാപരമായ ഒരു കൊച്ചു കഥ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പുഴ എന്നോട് പറഞ്ഞു, എത്ര ഇഷ്ടത്തോടെ, എന്തോ കാണാനുള്ള കൗതുകത്തോടെയാണ് ഞാനിങ്ങനെ ഉറവിയായി പൊട്ടി ഒഴുകി വന്നത്. അത് തുള്ളിച്ചാടി മുന്നോട്ട് ഒഴുകി വന്നപ്പോൾ എന്തൊക്കെയോ നേടാനുള്ള കൊതിയും ആരെയൊക്കെയോ കാണാനുള്ള മോഹവും എന്തൊക്കെയോ കണ്ടെത്താനുള്ള തൃഷ്ണയുമായി തുള്ളിച്ചാടി വരികയായിരുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് ഒഴുകിയപ്പോഴാണ് മനസ്സായത്, എൻ്റെ ജന്മം കൊണ്ട് എനിക്കല്ല ഉപകാരം, അനേകർക്കാണ് ഉപകാരമെന്ന് മനസ്സിലായി. പുഴ എന്നോട് പറഞ്ഞ കൊച്ചു കഥയിൽ അതിൻ്റെ സംഗീതമായി എന്നും ഉയർത്തുന്ന ആ പ്രതിബിംബങ്ങളിൽ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്നൊരു ചിന്തയുണ്ട്. പുഴ പറയുകയാണ്, ഏറ്റവും ആദ്യം ഒഴുകി വന്നപ്പോൾ ഞാനിങ്ങനെ വെളുത്ത് സുന്ദരിയായി മിടുക്കത്തെ ഒഴുകി വന്നപ്പോൾ ആദ്യം അനുഭവിച്ച യാഥാർത്ഥ്യം, ഒരു സ്ത്രീ തുണി അലക്കാൻ വേണ്ടി വന്നു. വീട്ടിലെ കുറേ മുഷിഞ്ഞ തുണിയുമായി വന്ന് അവൾ തല്ലി അലക്കുമ്പോൾ ആ സോപ്പിൻ്റെ പതയും ആ ചെളിയുമായി എൻ്റെ വെളുത്ത ദേഹമാണ് കറ പടിച്ചത്. പക്ഷേ പിന്നീട് ആ സ്ത്രീ തുണിയൊക്കെ അലക്കി വെളുപ്പിച്ച് ആ വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകിയും ആ വിയർപ്പൊക്കെ തുടച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നു. കാരണം അവൾ വൃത്തിയായിട്ടാണല്ലോ പോകുന്നത്. ആ വെണ്മയാർന്ന വസ്ത്രം ഘടിപ്പിച്ച് കുട്ടികളെ സ്കൂളിൽ വിട്ടപ്പോഴും ഭർത്താവിനെ പിറ്റേ ദിവസം ജോലിക്ക് വിട്ടപ്പോഴും ഇവള് തന്നെ വസ്ത്രം ഇട്ടപ്പോഴും അന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൗത്യം അനേകരെ വൃത്തിയാക്കലാണ്. അതായത് മറ്റുള്ളവർക്ക് വൃത്തിയാക്കാൻ, മാലിന്യങ്ങൾ നീക്കാൻ ഈ പുഴയോളം നല്ലൊരു കഥയില്ല. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ അഴുക്കും മാലിന്യങ്ങളുമൊക്കെ കഴുകിക്കളയാനുള്ള ദൗത്യമാണ് എൻ്റെതെന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഇത്തിരി കൂടി മുന്നോട്ട് ഒഴുകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെക്കൊണ്ട് കുറേ പേർക്ക് ഉപകാരമുണ്ട്. അതായത് എൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കുഴി കുഴിച്ച് ഒരു കിണറെന്നൊക്കെ പേരിട്ട് ആ ചേട്ടൻ വെള്ളം കോരിയെടുത്തു. വെള്ളം കോരി അദ്ദേഹം കുടിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയെ വിളിച്ചു, റെഡി വെള്ളം കോരാൻ പാടിയെന്ന് പറഞ്ഞു. അവർ വെള്ളം കൊണ്ടുപോകുന്നു. വെള്ളത്തിലൂടെ അവർ പിന്നെ കഞ്ഞി വെക്കുന്നു, കാപ്പി വെക്കുന്നു. അതായത് അവരുടെ ജീവിതത്തിലേക്ക് ഞാനങ്ങ് കടന്നു പോവുക. വെറുതെ ഒഴുകിപ്പോകുന്ന ഞാൻ അവരുടെ വീട്ടിലെ അംഗമായി മാറി, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അവർ കുടിച്ചപ്പോൾ അവിടെ ഉള്ളിലും വന്നു. അതായത് മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കുന്ന ഒരു ദൗത്യവും എനിക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇത്തിരി കൂടി മുന്നോട്ട് പോയപ്പോൾ ഞാൻ പിന്നെയും മനസ്സിലാകുകയാണ്, മനുഷ്യർക്കും മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ട് എന്നെക്കൊണ്ട് ആവശ്യം. അതായത് ആ മനുഷ്യൻ തൻ്റെ പശുവിനെയും കൊണ്ട് വന്നു. ആ പശുവിൻ്റെ ചാണകവും ചെളിയും ഒക്കെ എന്നിൽ ഇറക്കി നിർത്തിയാൽ കഴിയിച്ചത്. പശുവിനെ കുളിപ്പിച്ചു. പിന്നീട് ഒരു ദിവസം ഞാൻ കണ്ടു ഒരാൾ എരുമയും കൊണ്ട് വന്ന് കുളിപ്പിച്ചു. ഇത്ര നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം അനുഭവത്തോടെ ഒരു ജീവിയെ കണ്ടു. എനിക്കെൻ്റെ പേര് പോലും അറിയില്ല. പിന്നീട് ആരോ പറയുന്നത് കേട്ടു ആനയാണെന്ന്. ആനയും കുളിപ്പിച്ചു. അനേകരെ കുളിപ്പിച്ച് ശുദ്ധിയാക്കാനുള്ള ദൗത്യമുണ്ട് ഈ കുഞ്ഞു പുഴയ്ക്ക്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാലിന്യങ്ങൾ വരുമ്പോൾ അവരാ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ എവിടെ പോകും? തീർച്ചയായും ഞാനങ്ങ് മലയ്ക്ക് മുകളിൽ നിന്ന് വന്നപ്പോൾ വെളുത്തിരുന്നതാണ്. ഇന്നിച്ച കലങ്ങി തുടങ്ങിയിട്ടുണ്ട്, നിറമൊക്കെ പോയിട്ടുണ്ട്.
എങ്കിലും മനസ്സൊരു തൃപ്തിയുണ്ട്, അനേകരെ ശുദ്ധിയാക്കാൻ സാധിച്ചല്ലോ. മറ്റുള്ളവരെ കഴുകി ശുദ്ധിയാക്കുന്ന ഒരു ദൗത്യം, മറ്റുള്ളവരുടെ മാലിന്യങ്ങൾ കഴുകിക്കളയുന്ന ഒരു ദൗത്യം, ഈ ദൗത്യവുമായി മുന്നോട്ട് ഞാൻ പിന്നെ ഒഴുകുക. കുറച്ചുകൂടി ഒഴുകി മുന്നോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സായത്, എൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ല കർഷകനായ മനുഷ്യൻ എന്നെ ഒരു ചെറിയ തോട് വെട്ടിക്കീറുക. തോട് വെട്ടിക്കറി അയാൾ എന്നെ പാടത്തേക്ക് കൊണ്ടുപോവുക. അയാൾ കൊണ്ടുപോകുമ്പോൾ അത് കുറേ വാഴകൾക്ക് വെള്ളമായി മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ കുറേ പച്ചക്കറികൾക്ക് വെള്ളമായി മാറുന്നു. ഇത്ര കൂടി മുന്നോട്ട് പോയപ്പോൾ അത് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് എത്തുന്നു. ഇത്ര കൂടി മുന്നോട്ട് പോയപ്പോൾ അത് വയലിലേക്ക് എത്തുന്നു. അതായത് കൃഷിപ്പണിക്കായി എൻ്റെ ജലത്തെ അവരിങ്ങനെ വകഞ്ഞു മാറ്റാൻ തുടങ്ങി. എനിക്ക് സങ്കടം തോന്നി. കാരണം ഞാൻ എത്ര കാര്യമായി വളർന്നു വന്ന എൻ്റെ ദേഹം, എൻ്റെ ശരീരം, എൻ്റെ ആഹാര സൗഷ്ഠം ഇതാണിങ്ങനെ വശങ്ങളിലേക്ക് ഒത്തിക്കീറിയെടുക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിൽ കൊണ്ടുപോകണം. ചിലർ മോട്ടർ വെച്ചടിച്ചു, ചിലർ വെള്ളം തേകി ഒഴിച്ചു, ചിലർ വെള്ളം കോരി ഒഴിച്ചു, ചിലർ വെള്ളം വെട്ടിമാറിക്കൊണ്ടുപോയി. എല്ലാവരും ഇത് ചെയ്തു വെക്കുമ്പോഴും അവർ ഉദ്ദേശിച്ചത് കൃഷിയാണ്. ഇവർ അവരെ തെങ്ങിന് നനച്ചപ്പോഴും കവുങ്ങിന് നനച്ചപ്പോഴും പാടത്ത് നനച്ചപ്പോഴും ഒക്കെ ഞാൻ കാണുകയാണ്, ഒരു നാട് ഉണരുന്നു, ഒരു ഗ്രാമം ഉണരുന്നു, കാർഷിക സംസ്കാരം ഉണരുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നു. അതായത് കർഷകൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെക്കൊണ്ട് കുറേ പേർക്ക് സന്തോഷമാകുന്നത് മാത്രമല്ല, ഒരു നാടിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് പുഴ. ഒരു നാടിൻ്റെ വ്യവസായ വളർച്ചയുടെ ഭാഗമാണ് ജലസ്രോതസ്സുകൾ. ഒരു നാടിൻ്റെ കാർഷികമായ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൻ്റെയും ധാരാളിത്തത്തിൻ്റെയും ആധാരമാണ് ഏതൊരു ജീവജലത്തിൻ്റെ ഉറവുകളും. പുഴ ഒഴുകുന്നത് പുഴയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു നാടിനെ വികസിപ്പിക്കാനാണ്. ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാനിതിനോട് കൂടി അങ്ങ് ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ കേരളം ഇത്രയൊക്കെ വളർന്നതിൻ്റെ പുറകിലും ഈ പുഴകളില്ലേ, 44 പുഴകൾ ഒന്നിച്ചു ചേർന്ന് ഒഴുകിയപ്പോഴുണ്ടായ ഒരു കാർഷിക സംസ്കാരമല്ലേ കേരളത്തിൻ്റെ വളർച്ച. പുഴയില്ലാതെ വന്നപ്പോഴും ഒഴുകാതിരുന്നപ്പോഴുമല്ലേ കേരളം തളർന്നുപോയത്. വെള്ളവും ഉറവയും തോടുകളും പുഴകളും അരുവികളുമില്ലാത്ത കേരളത്തിന് എന്ത് സൗന്ദര്യമാണ്. അതുകൊണ്ട് ഈ പുഴ മൂലമുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ച്, പുഴ മൂലമുണ്ടാകുന്ന കാർഷിക വികസനത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. പുഴ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കിന്നാരം പറഞ്ഞപ്പോൾ, ഞാൻ മൂലൊരു നാടുണർന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു കേരളത്തെക്കുറിച്ച് ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പുഴയ്ക്കായി പിന്നെയും കാതു കൂർപ്പിക്കാം. ഈ പുഴയ്ക്ക് ഇനിയും പറയാനുണ്ട് എന്തോ കാര്യങ്ങൾ. പുഴ പിന്നെയും പറഞ്ഞു. മുന്നോട്ട് ഒഴുകിയപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, ഈ പുഴയിലെ വെള്ളം ദാഹജലമാണ്. വ്യക്തികൾക്ക് മാത്രമല്ല, ഒരു ഗ്രാമത്തിന് മുഴുവനും കുടിക്കാനുള്ള വെള്ളമായി ഇത് മാറുന്നു. കന്നുകാലികൾക്ക് മാത്രമല്ല, സ്കൂളുകൾക്ക്, ആശുപത്രികൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക്. വെള്ളമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആരോഗ്യം നിലനിർത്തും? വെള്ളമില്ലാത്ത സമൂഹത്തിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു, ഈ പുഴയുണ്ട് പറഞ്ഞത് മനസ്സിലാക്കിയപ്പോൾ വെള്ളമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു കാലത്ത് നമ്മളിനി ഏറ്റവും ആക്രാന്തത്തോടെ ആവേശത്തോടെ വാശി പിടിക്കുക വെള്ളത്തിന് വേണ്ടിയായിരിക്കും, കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. ഇന്ന് പല സ്ഥലങ്ങളിലും കുടിവെള്ളം കുറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തപ്പിയെടുക്കേണ്ടതുണ്ട്. അതായത് ഈ വെള്ളം വറ്റിത്തുടങ്ങിയാൽ, ഈ പുഴ വരണ്ടാൽ നമ്മുടെ നാടെന്താകും? കഴിഞ്ഞ ദിവസം ഞാനിന്ന് എറണാകുളത്ത് പോയപ്പോൾ ഭാരതപ്പുഴയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ വെറുതെ ഓർത്തു, അന്ന് സ്കൂളിൽ പഠിച്ച് ഏറ്റവും ജലമൊഴുകുന്ന പുഴയെന്നൊക്കെ പഠിച്ച ഭാരതപ്പുഴ നീണ്ട് മെലിഞ്ഞ് വരണ്ട് കിടക്കുന്നു. അത് മുഴുവൻ മണത്തിട്ടയാണ്. കഷ്ടി ഒരു 2 മീറ്റർ വീതിയിൽ പോലും ഒഴുകുന്നില്ല പുഴ. അതായത് വെള്ളത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ വറ്റി തുടങ്ങിയില്ലേ. പുഴ വരണ്ടാൽ മലയാളി വരണ്ടു, അവൻ്റെ ജീവിതവും വരണ്ടു. അതുകൊണ്ട് പുഴ എന്നോട് പറഞ്ഞു വെച്ചു, ഞാനാണ് നിൻ്റെ ശരീരത്തിൻ്റെ നാടിൻ്റെ ഈ രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകളിലൂടെ ജീവരക്തം ഒഴുകുന്നത് പോലെ വളർച്ചയും സ്നേഹവും സന്തോഷവും ഒഴുകുന്ന പുഴയാണ്. പുഴയുടെ സംഗീതത്തിനായി കാതു കൂർപ്പിക്കുന്നു. പിന്നെയും പുഴ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പുഴയിലേക്ക് നോക്കിയിരുന്ന് ചിന്തിച്ചപ്പോൾ പുഴ എന്നോട് പറഞ്ഞു വെച്ചു, ഞാനിങ്ങനെ ഒഴുകുന്നത് ആ കടലിലേക്ക് എത്താൻ വേണ്ടിയാണ്, കടലിലേക്ക് എത്തണമെന്ന മോഹത്തോടെയാണ്. അപ്പം ഞാൻ പഴയ പാട്ട് ഓർത്തു. പുഴയെന്ന് പറഞ്ഞപ്പോൾ,
ഞാനൊക്കെ പഠിച്ച ആലുവാസമ്മയുടെ മുറ്റത്ത് നിന്ന് ഞങ്ങൾ മിക്കവാറും എല്ലാ ഗാദറിങ്ങിലും ഉത്സവമേളങ്ങളിലും പാടിയിരുന്ന പഴയ പാട്ട്, പെരിയാറേ പെരിയാറേ പർവ്വത നദിയുടെ കുളിനീരെ കുളിരം കൊണ്ട് കുണുങ്ങി ഒഴുകുന്ന മലയാളി പെണ്ണാണ് നീ എന്നൊക്കെ. 1000 പാദ സ്വരങ്ങൾ കിളുങ്ങി ആലുവാപ്പുഴ പിന്നെ ഒഴുകിയതിൻ്റെയൊക്കെ ആ ഈരടികൾ മനസ്സിലേക്ക് വന്നു. ഈ പുഴ എന്തിനാണ് കൊതിക്കുന്നത്? കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയും. ഒരു കടലിൻ്റെ തീരത്തേക്ക് എത്താൻ കൊതിച്ചാടുന്ന പുഴ. എല്ലാ പുഴയും ഒഴുകുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അടുത്തെത്താനാണ്. പക്ഷേ കുറേ ഒഴുകി കഴിഞ്ഞപ്പോൾ ഈ പുഴ മനസ്സിലാക്കാൻ എന്ത്? ഈ പുഴയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈ പുഴ തിരിച്ചറിയാൻ എൻ്റെ ഒഴുക്ക് തടഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഡാം കെട്ടിയിരിക്കുന്നു, ഒരു വലിയ ചറ കെട്ടിയിരിക്കുന്നു, വെള്ളത്തെ മുഴുവൻ ശേഖരിച്ചിരിക്കുന്നു. ഈ ശേഖരിച്ച വെള്ളത്തിലും പിന്നീട് കാണുന്നത് ഈ വെള്ളം വലിയ പൈപ്പിലൂടെ കൊണ്ടുപോയി വലിയ ലൈഫ് സ്റ്റോക്കിൽ ചാടിച്ച് അത് വൈദ്യുതി ഉണ്ടാക്കുകയാണ്. തീർച്ചയായും സങ്കടം തോന്നിപ്പോയി പുഴയ്ക്ക്. എത്ര മോഹത്തോടെയും പ്രതീക്ഷയോടെയും ഒഴുകി വന്നിട്ട് എവിടെ എത്താൻ സാധിച്ചില്ലല്ലോ എന്ന് ദുഃഖവുമായി നിൽക്കുമ്പോൾ പുഴ മനസ്സിലോർത്തു, ഇവരെന്താ ചെയ്യുന്നത്? കുറച്ച് കഴിയപ്പോൾ ഈ വെള്ളത്തിന് മനസ്സിലായി, എന്നെ ഒരു വൈദ്യുതിയാക്കി മാറ്റുകയാണ്. ഈ ഒഴുകി വരുന്ന പുഴയിലെ വെള്ളമാണ് വൈദ്യുതിയായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ പുഴയുടെ തീരത്തിരുന്നപ്പോൾ പുഴ എന്നോട് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കഥകൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ആ പുഴയുടെ മോഹങ്ങളെല്ലാം തീർന്നു പോകുന്ന നിമിഷമാണ് അതിനെ വൈദ്യുതിയാക്കി മാറ്റിയത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് തീർന്നു, വെള്ളത്തിൻ്റെ ഘടന മാറി, വെള്ളത്തിൻ്റെ രുചിയും മാറി. അത് മാറിക്കഴിഞ്ഞ് പുഴയെന്ന് തീർന്നു പോയി, പിന്നെ മുന്നോട്ട് ഒഴുകുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാണം തന്നെ, സൗന്ദര്യം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു ദിവസം വാദ്യഘോഷങ്ങളോടെ മൈക്ക് അനൗൺസ്മെൻറ്റോടെ അറിയുന്നത് ഏതോ ഒരു മന്ത്രി വരുന്നുവെന്ന്, ആ നാട്ടിൽ എന്തോ ഉദ്ഘാടനമുണ്ടെന്ന്. എൻ്റെ തീരത്തോടെ ഓടിപ്പോകുന്ന ആൾക്കാർ പറഞ്ഞു, മന്ത്രി വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്. പുഴ കാത് ഓർത്ത് കേട്ട് എന്താ സംഭവം? ഇതാ ഇന്ന് ഗ്രാമം വൈദ്യുതിയിലിരിക്കാൻ പോവുകയാണ്. ഇന്ന് ഗ്രാമത്തിൽ വൈദ്യുതി എത്താൻ പോവുകയാണ്. ഇതുവരെ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലും കരിന്തിരി കത്തുന്ന തിരികളുടെ ചുവട്ടിലും ചൂട്ടം കത്തിച്ച് നടന്ന ജനം അത്ഭുതം പറയാം, വൈദ്യുതി വരുന്നു, വൈദ്യുതി വരുന്നു. അന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എവിടുന്നോ സൂര്യൻ പൂത്ത് വന്നതുപോലെ ഗ്രാമത്തിലെ വഴിയോരങ്ങളിൽ വൈദ്യുതി തെളിഞ്ഞു, വീടുകളിൽ വെളിച്ചം തെളിഞ്ഞു. ചൂട് പിടിച്ചു കിടന്ന വീടുകൾക്ക് ഫാനായി മാറി, തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. മാത്രമല്ല 9 മണിക്ക് കിടന്നുറങ്ങിയിരുന്നവർ രാത്രി വരെ ഇരുന്ന് പിള്ളേർ പഠിക്കാൻ തുടങ്ങി. പല വീട്ടുകളിലും TV ആയി, റേഡിയോയായി, സംഗീതമായി. പുഴ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അസ്തിത്വം പോയാലെന്താ? ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ഉണർന്നല്ലോ. ഞാൻ എൻ്റെ സത്താപരമായ ആ സ്വയം അവസ്ഥ ഇല്ലെന്നായാലെന്താ? എത്ര പേരുടെ ജീവിതങ്ങളാണ് ഇവിടെ തെളിഞ്ഞത്? എത്ര കുഞ്ഞുങ്ങളാണ് ഈ വെട്ടത്തിരുന്ന് പഠിച്ച് പരീക്ഷ ജയിച്ചിട്ടുള്ളത്? എത്ര വീടുകളിലാണ് ഈ അത്താഴ സമയത്ത് ഒന്നിച്ചെന്ന് വെട്ടവും വെളിച്ചം കണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്? എത്ര ഭവനങ്ങളിലാണ് സ്നേഹത്തോടെ TV കണ്ടും കഥ കേട്ട് ഇവർ കടന്നു പോയിട്ടുള്ളത്? മാത്രമല്ല എത്ര വഴിയറമ്പുകളിലാണ് പാമ്പ് കടിയേക്കാതെയും കല്ല് കെട്ടതട്ടാതെയും പലരും നടന്നു പോയിട്ടുള്ളത്? വൈദ്യുതി വിളക്കുകളുടെ പ്രഭയിൽ ഒരു ഗ്രാമം മുഴുവൻ ഉണരുക. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇല്ലെന്നായ നിമിഷം പക്ഷേ എനിക്ക് തൃപ്തിയാണ്, എനിക്ക് സന്തോഷമാണ്. ഞാൻ മൂലം ഒരു ഗ്രാമം ഉണർന്നല്ലോ, ഒരു ജീവിതം ഉണർന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പുഴയിലേക്ക് നോക്കി നിന്നു. ഇത്രമാത്രം അനുഭവങ്ങളുടെ കടന്നു പോയിട്ടും ഈ പുഴയ്ക്കൊരു പരാതിയില്ല, ഈ പുഴയ്ക്കൊരാവലാതിയില്ല. ഞാൻ നോക്കുന്നു എത്ര ശാന്തമായിട്ടാണ് പുഴ ഒഴുകുന്നത്. ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും പരിഭവമില്ല, ഒരാളോടും കൊതികുത്താറില്ല, യുദ്ധത്തിന് പോകുന്നില്ല. ശാന്തമായി ബാക്കിയുള്ള ജലം ഒഴുകിച്ചെന്നും ആ കടലിൽ ചെന്ന് ചേരുമ്പോൾ അവിടെ നിന്നൊരു തിരമാല വന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടു പോകും. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ തിരമാല വന്ന് പുഴയെ കൈപിടിച്ചങ്ങ് കെറ്റിക്കൊണ്ടു പോകുന്നുണ്ട് ഹൃദയങ്ങളിലേക്ക്. പ്രിയപ്പെട്ടവരെ, പുഴ എന്നോട് കഥ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ചിന്തിച്ചു, നല്ല മനുഷ്യരൊക്കെ പുഴയല്ലേന്ന്. പുഴ പോലെ ഒഴുകുന്ന ജീവിതങ്ങളെക്കുറിച്ച്. അത് വീട്ടിലെ അമ്മയാകാം, അപ്പനാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, അതൊരു പള്ളിയിലെ അച്ഛനാകാം, ഒരു സ്കൂളിലെ അധ്യാപകനാകാം, ഒരു പോലീസുകാരനാകാം. എല്ലാവരും പുഴ പോലെ ഒഴുകുമ്പോഴാണ് ഒരു നാട് ഉണരുന്നത്. പുഴയുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ ഓർത്ത് നോക്കുകയും, പുഴയിൽ അനേകർ വസ്ത്രം കഴുകി, അനേകർ കുളിച്ചു, മൃഗങ്ങളെ കുളിപ്പിച്ചു, എല്ലാ മാലിന്യങ്ങളും ഇട്ടു.
അത് ചപ്പും ചവറും മാത്രമല്ല, വിസർജന മാലിന്യങ്ങളും പുഴയിലിട്ടുണ്ടാകാം. എന്നിട്ടും പുഴ പറഞ്ഞു, വിഷമമില്ല, നിങ്ങളൊക്കെ ശുദ്ധിയായല്ലോ. ഈ പുഴ കൊണ്ട് എത്ര വീടുകളിലാ കുടിവെള്ളമുണ്ടായത്, എത്ര കന്നുകാലികളാ വെള്ളം കുടിച്ചത്, എത്ര ജീവജാലങ്ങൾക്ക് ജലം കിട്ടിയത്, അതിനേക്കാൾ കൂടി എത്ര തെങ്ങിനും കവുങ്ങിനും ഒക്കെ ജലം കിട്ടിയത്. അതായത് എത്ര പേരാണ് ഉണരുന്നത്. പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, നമ്മളൊക്കെ പുഴയാണ്, പുഴ പോലുള്ള മനുഷ്യരാണ്. നമ്മൾ കാരണം അനേകർ ഉണരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം. ഈ സമൂഹത്തിൽ പുഴകളൊക്കെ വറ്റിത്തുടങ്ങുന്നത് പോലെ പുഴ പോലുള്ള മനുഷ്യരും വറ്റിത്തുടങ്ങി, പുഴ പോലുള്ള ജീവിതങ്ങളും കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് നാട് വളരാത്തത്. ഒരു തെങ്ങിൽ തേങ്ങായി ഉണ്ടാകുമ്പോൾ, ഒരു കവുങ്ങിൽ അടക്കാക്കൊല ഉണ്ടാകുമ്പോൾ, ഒരു പാടത്ത് നെല്ല് വിളഞ്ഞു കിടക്കുമ്പോൾ ഓർക്കണം, അതിനുവേണ്ടി ഇല്ലെന്നായി പോയ പുഴയെക്കുറിച്ചും തോടിനെക്കുറിച്ചും അരുവിയെക്കുറിച്ചും. ആ ജലം തീരുമ്പോഴാണ് ഇവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഓർക്കണം, ഈ പുഴയിലൂടെ എത്ര എത്ര ജീവിതങ്ങൾ ഉണർന്നുവെന്ന്, എത്ര വികസനങ്ങൾ വളർന്നു വന്നുവെന്ന്, എത്രമാത്രം ഉയർച്ചകൾ വന്നുപോയെന്ന്. പുഴ ഒരു പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിശുദ്ധമായി കടന്നു പോകുന്ന പുഴ. എനിക്ക് തോന്നും ഏത് ധന്യാത്മാവും പുഴയാണ്. ഈ പുഴയിലൂടെ ഒഴുകി ഇങ്ങനെ ചപ്പും ചവറും പോകുമ്പോഴും ഞാൻ ചിന്തിക്കും, ഏതൊരു ധന്യാത്മാവും അനേകരെ കഴുകി ശുദ്ധിയാക്കി പോവുകയാണ്. ഒരു നാടിനെയോ ഒരു കുടുംബത്തെയോ ഒരു ജീവിതത്തെയൊക്കെ കഴുകി ശുദ്ധിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏത് വ്യക്തിയും പുഴയാണ്. പുഴയുടെ സംഗീതം കേൾക്കാൻ കാത് കൂർപ്പിക്കണം. ഇന്ന് ആളുകൾക്ക് ഈ പ്രകൃതിയുടെ സംഗീതം അറിയാൻ കഴിയുന്നില്ല. പ്രകൃതിയുടെ സംഗീതം കേൾക്കുന്നുമില്ല. എല്ലാവരും കേൾക്കുന്ന അടിപൊളി മറ്റ് യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒച്ച മാത്രം. നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന പുഴയ്ക്കും, നമ്മുടെ മുകളിലൂടെ പറക്കുന്ന പക്ഷിക്കും, നമ്മുടെ ഉയർന്നു നിൽക്കുന്ന മരത്തിനും, നമ്മുടെ വീട്ടിലും പറക്കുന്ന പൂമ്പാറ്റയ്ക്കും ഒക്കെ ഒരുപാട് കഥ പറയാനുണ്ട്. ഇത് കാണാനും കേൾക്കാനും വേണ്ടി ഹൃദയം തുറക്കുന്നിടത്ത നമ്മുടെയൊക്കെ നന്മകൾ ഉണരുക, നമ്മുടെയൊക്കെ സന്തോഷങ്ങൾ ഉണരുക. അതുകൊണ്ട് പുഴയുടെ സംഗീതം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുഴ വരളുമ്പോൾ ഈ പുഴയുടെ സംഗീതം തീർന്നു പോകുന്നല്ലോ എന്ന് ഞാൻ പേടിക്കുന്നു. പുഴ എല്ലാവരും മോട്ടർ വെച്ച് അടിച്ച് പറ്റിക്കുമ്പോൾ ഈ പുഴകളൊക്കെ തീർന്നാൽ നമ്മൾ എങ്ങനെയാകുമെന്നൊക്കെ ഞാൻ വിഷമിക്കുന്നു. ഈ പുഴയിലെ ജലം മുഴുവൻ സാധ്യതയ്ക്കായി ഊറ്റിയെടുത്ത് കുപ്പികളിലേക്ക് വിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഈ പുഴ തീർന്നു പോയാൽ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം എന്താ? പുഴ വരളാൻ പാടില്ല, പുഴ ഇല്ലെന്നാകാൻ പാടില്ല. അതുപോലെ നല്ല മനുഷ്യരും നല്ല ജീവിതങ്ങളും. അതുകൊണ്ട് ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുഴയുടെ സംഗീതം മനസ്സിലേക്ക് ആവഹിക്കാം. ഞാൻ ഈ പുഴ ഇരിക്കുമ്പോൾ ഈ പുഴ ഒഴുകുന്ന ജലവും എന്നോട് പറഞ്ഞു വെക്കുന്നു, ഇനിയും ഒഴുകേണ്ടതുണ്ട്, നീ ഒരു പുഴയാണെന്ന്, ഇനിയും പുഴ മുന്നോട്ട് ഒഴുകേണ്ടതുണ്ടെന്ന്, ഒത്തിരി പേരെ ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് പുഴ എന്നോടും പറയുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളോടും പറയുന്നില്ലേ? പുഴയെപ്പോലെ ഇനി ഒഴുകണമെന്ന്, പുഴയെപ്പോലെ വീണ്ടും ഒഴുകണമെന്ന്, പുഴയെപ്പോലെ വീണ്ടും അനേകരെ തേടി പോകണമെന്ന്. അതിനുള്ള പ്രചോദനവും ഉണർവും കിട്ടട്ടെ എന്ന് മദർഹോമിൽ നിന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ അങ്ങ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതികളിൽ വസിക്കുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തിന് മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും ആകുലതകളെയും നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അങ്ങ് ഭരണകർത്താവായിരിക്കണമേ. എല്ലാ തിന്മകളെയും അങ്ങ് ശാസിക്കണമേ. എല്ലാ തകർച്ചകളെയും അങ്ങ് ബന്ധിക്കണമേ. എല്ലാ അസ്വസ്ഥതകളെയും അങ്ങ് നീക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യവും അങ്ങയുടെ വലിയ ശക്തിയും ഇപ്പോൾ ജനത്തിൻ്റെ മേൽ അങ്ങ് സംലഭ്യമാക്കണമേ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സുഖം പ്രാപിച്ചുവല്ലോ. ദിവ്യകാരുണ്യനാഥ,
അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും സ്പർശിക്കണമേ. ഇപ്പോൾ തന്നെ വേദനകളും രോഗങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ആരംഭങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവേ, ഇപ്പോൾ ഈ നിമിഷ ദൈവശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും തകർച്ചകളും എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,